ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ കുറച്ച് കാലങ്ങളായി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് തന്നെ ഒരു മാസമായി. ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് രാവിലെയാണ് കേട്ടോ സമയം. രാവിലെ മോള് പോയിട്ടുണ്ട്. ഒരു 6:15 ഒക്കെ ആകുമ്പോൾ അവൾക്ക് വാന് വരും. അപ്പോൾ അവൾ ചായയൊക്കെ കുടിച്ച് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ അവനും അവളെ ഒപ്പം തന്നെ എഴുന്നേൽക്കും. ഹസ്ബൻഡ് പള്ളി പോകുന്ന സമയമാകുമ്പോൾ ഇവന് എഴുന്നേൽക്കും കേട്ടോ. അവനിപ്പോൾ കഴിക്കുന്നത് ഗ്രീൻ പീസും അതുപോലെ കട്ടൻ ചായയും റൊട്ടിയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇവൻ്റെ ഒരു ദിവസത്തെ റൊട്ടീനാണ് കേട്ടോ. ഫുഡ് റൊട്ടീനും മറ്റു കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ കുറച്ച് കമൻസിനുള്ള ഒരു റിപ്ലൈ കൂടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കട്ടൻ ചായ ഞാൻ ഈ തവണ നാട്ടിൽ പോയപ്പോൾ ഇവന് കിട്ടിയൊരു എന്താ പറയുക, അവന് അപ്പം മുതലാണ് ഇത് കുടിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ അവൻ എപ്പോൾ കട്ടൻ ചായ കണ്ടാലേ അത് അവന് വേണം. അല്ലാതെ വലിയ പ്രശ്നമൊന്നുമില്ല. ചായ ഇടയ്ക്ക് ചോദിക്കുന്നേ ഉള്ളൂ. ഞാനങ്ങനെ അധികം കൊടുക്കാറുണ്ടായിരുന്നില്ല കട്ടൻ ചായ. കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുന്നത് നല്ലതല്ല കേട്ടോ. അപ്പോൾ ഈ ഗ്രീൻ പീസ് ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. കടല, പരിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒറ്റയ്ക്ക് കഴിക്കാൻ താല്പര്യമുള്ള ആളാണ് കേട്ടോ അവന്. അപ്പോൾ ഞാൻ ഇപ്പോൾ സമയം 6:45 കേട്ടോ. രാവിലെ 6:45 സമയം. പിന്നെ അതുപോലെ മോൻക്ക് മാത്രമായിട്ട് ഇപ്പോൾ അങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അവനിപ്പോൾ 2 വയസ്സായി. ഇപ്പോൾ നമുക്ക് എന്താണോ കഴിക്കുന്നത് അത് തന്നെ അവനും കൊടുക്കാം കേട്ടോ. ഇത് ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയമായി. അപ്പോൾ അവനൊന്ന് താഴെ കൊണ്ടുപോയി ബക്കാലയിലൊക്കെ കൊണ്ടുപോയി എന്തെങ്കിലും ഒന്ന് മേടിച്ച് കൊടുത്താൽ പിന്നെ അവൻ കരയൂല. അല്ലാന്നുണ്ടെങ്കിൽ അവന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും പോയിട്ട് ഈ ഒരു യോഗേട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. ഇപ്പോൾ ചെറുതായിട്ടൊരു തണുപ്പുണ്ട്. അപ്പോൾ ഇവിടെ വെക്കുകയാണ്. ഇനി അവനൊന്ന് ഉറങ്ങും. ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവന് ഇപ്പോൾ ഉറങ്ങിയിട്ടുമുണ്ട്. ഒരു 8:30 സമയം, 8:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനി അവന് കുറച്ച് സമയം ഒന്ന് ഉറങ്ങും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം അവന് അങ്ങനെ ഉറങ്ങുമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ചോറ് കറികൾ ഒക്കെ ആക്കും. 12:30 ആകുമ്പോഴേക്കും മോള് വരും. അതുപോലെ തന്നെ ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് 12:30 ആകുമ്പോഴേക്കും വരും. പക്ഷെ അവൻ ഇന്ന് അധികം ഉറങ്ങിയിട്ടില്ല. പെട്ടെന്ന് എഴുന്നേറ്റു. പിന്നെ മോൻ്റെ ഒരു ഇതിന് മുന്നുള്ളൊരു വീഡിയോക്ക് ഇപ്പോൾ 10K+ വ്യൂസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനും അതുപോലെ തന്നെ മോൻ്റെ മറ്റു ചില വീഡിയോസിനും വന്നിട്ടുള്ള കുറച്ച് കമൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ ഒരു കമൻറ്റാണ്, ഇവരെന്താ ചെയ്യുന്നത്, ഈ 1 വയസ്സ് കഴിഞ്ഞ കുട്ടിക്കും കുറുക്ക് തന്നെയാണോ കൊടുക്കുന്നത്, അങ്ങനെയുള്ള കുട്ടികൾ ചവക്കാൻ പഠിക്കില്ല എന്ന്. സത്യത്തിൽ അങ്ങനെ ഉണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ മോൻ്റെ കാര്യത്തിൽ അങ്ങനെ ഇല്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ ഫുള്ളായിട്ട് കണ്ടാൽ മനസ്സിലാവും. മോന് അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളല്ല, നന്നായിട്ട് ചവച്ചിറക്കുന്ന ആളാണ് കേട്ടോ. ഇപ്പോൾ എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു, ടൈലറിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ മോന് ആ സമയം കൊണ്ട് മാർക്കറൊക്കെ എടുത്ത് ദേഹത്തൊക്കെ വരച്ച് ആകെ കുറച്ച് പണിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ തണുപ്പ് തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ ഞാൻ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ തേച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 11:30 സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കൊടുത്താൽ അവന് ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ കഴിക്കും കേട്ടോ, തനിച്ച് കഴിക്കും. നമ്മളങ്ങനെ കോരി കൊടുക്കുന്നൊന്നും അവന് അത്ര വലിയ താല്പര്യമുള്ള ആളല്ല. അപ്പം ഇങ്ങനെ തനിച്ച് കഴിക്കും. അങ്ങനെ ദേഹത്തൊന്നും ആക്കാതെ തന്നെ അവന് കഴിക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കമൻറ്റ്, അതിനൊരു ഉത്തരം കൂടിയാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു വീഡിയോക്ക് വന്നൊരു കമൻറ്റാണ്, എൻ്റെ മകൾക്ക് 1 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒട്ടും ഫുഡ് കഴിക്കില്ല എന്നുള്ളതും. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇപ്പോൾ കുറുക്കായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. എങ്ങനെ ആയാലും കുട്ടികൾക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കുക, അത് ഹെൽത്തി ആക്കാൻ നോക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ആ കമൻറ്റിലുണ്ടായിരുന്നു മുട്ട, മീൻ, മീറ്റോ എല്ലാം കൊടുക്കണം എന്നുള്ളത്. ഞാനിപ്പോൾ സൗദി അറേബ്യയിലാണ്. ഇവിടെ കിട്ടുന്ന ഒട്ടകം ഉൾപ്പെടെ എല്ലാം, മട്ടന്, ബീഫ് എല്ലാം എൻ്റെ മക്കൾ കഴിക്കും കേട്ടോ. എൻ്റെ മോനും ഇപ്പോൾ 2 വയസ്സായി, അവനും കഴിക്കും. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഞാൻ എടുത്തിട്ടുള്ള മുരിങ്ങയില പരിപ്പ് കറിയാണ്. പിന്നെ ചെറുപയർ തോരനും അതുപോലെ മീനും, അയിലയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം അവന് ചവച്ച് തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഒറ്റക്കാണോ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഞാനിപ്പോൾ ഇവിടെ 10 വർഷത്തിൽ കൂടുതലായിട്ടോ. സൗദിയിൽ കല്യാണം കഴിഞ്ഞ് പിന്നെ 11 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 10 വർഷത്തിൽ കൂടുതലായിട്ട് ഞാനിപ്പോൾ സൗദിയിൽ തന്നെയാണ്.
പിന്നെ മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ ഇപ്പോൾ 2 പേർക്കും ഒരുമിച്ച് വാരി കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. മോള് 12:30 ആയപ്പോഴേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഹസ്ബൻഡും ഉണ്ട് കേട്ടോ ഈ ഫുഡ് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ 2 പേര് ഞങ്ങൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക. അപ്പം മോളെ കൂടെ കഴിക്കുമ്പോൾ ഇവന് 2 പേരും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കും. പിന്നെ അതുപോലെ ചെറിയ ബോട്ടിൽ വെള്ളം വാങ്ങി വെക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ കുട്ടികൾ അവർക്ക് ആവശ്യത്തിന് അവർ തന്നെ എടുത്ത് കഴിക്കും. ഇപ്പോൾ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ആൾ പോയിട്ടുണ്ട്. പക്ഷേ ഇവനെ കാണാതെ ഒളിച്ചു പോവാറാണ് ചെയ്യുക. പക്ഷേ ഇന്ന് ആ ഡോർ അടക്കുന്ന സൗണ്ട് കേട്ടിട്ടുണ്ട്. മിക്ക ദിവസവും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ സൗണ്ട് കേട്ടതിനാണ് ഇപ്പോൾ ഈ കരയുന്നത് കേട്ടോ. അപ്പം ഇത് കുറച്ച് നേരമേ ഉണ്ടാവുള്ളൂ, പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ കുട്ടി ഇങ്ങനെ കരഞ്ഞിട്ട് അവർ വീഡിയോ എടുക്കുകയാണല്ലോ അത്. പക്ഷേ ഇത് സ്ഥിരം ഉള്ളൊരു കാര്യമായതുകൊണ്ടാണ്. പിന്നെ അതിപ്പോൾ തന്നെ ശരിയാവും, ഒന്ന് എടുത്താൽ മാറുന്നതേ ഉള്ളൂ. ഇപ്പോൾ ശരിയായിട്ടുണ്ട്. പിന്നെ അപ്പോൾ കുറച്ച് പഴം ഉണ്ടായിരുന്നു വാങ്ങി വെച്ചിട്ടുള്ളത്. അപ്പം അത് ഓഫറിൽ കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. 9 റിയാലെങ്ങാനുമാണ് ഓഫറിൽ. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരം പഴംപൊരിയാണ് കേട്ടോ. അപ്പം അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വൈകുന്നേരം കുട്ടികൾക്ക് ചായക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ. ചിലപ്പോൾ കിച്ചടി പരിപ്പായിരിക്കും. അതൊക്കെ ഞാൻ ഇതിന് മുന്നേ റെസിപ്പി ഇട്ടിട്ടുണ്ട്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ പുട്ടൊക്കെ ബാക്കിയുണ്ടെങ്കിൽ പുട്ട് വറുത്തത് ഞങ്ങൾ ചെറുപ്പത്തിൽ കഴിക്കുന്നതാണ്. പുട്ട് വറുത്തതൊക്കെ പുട്ട് പൊടിച്ചിട്ട് നെയ്യിൽ കുറച്ച് പാലിലൊന്ന് നനച്ചിട്ട് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ വറുത്ത് കൊടുത്താൽ അതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാറുണ്ട് വൈകുന്നേരം ആകുമ്പോൾ. പിന്നെ അയിനൂൻ്റെ മദ്രസ് ഓൺലൈനായിട്ട് നടക്കുന്ന സമയം കൂടിയാണിത്. 4:30 തൊട്ടിട്ട് ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോൾ ഇവന് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും. ഓൺലൈൻ ക്ലാസ് ആവണമെന്ന് അറിഞ്ഞാൽ പ്രത്യേക ഒരു സൗണ്ടാണ്. അവളെങ്ങനെ എപ്പോഴും ഇവനെ പിറകെ നടന്ന് ചൂടാക്കുന്ന ഒരു സ്വഭാവം ഇവനക്കുണ്ട് കേട്ടോ. പിന്നെ മോന് ചായയൊക്കെ കുടിക്കുമ്പോൾ അവന് നല്ല ചൂടുള്ള ചായ കുടിക്കാനാണ് കേട്ടോ ഇഷ്ടം. മോളും അങ്ങനെ തന്നെയാണ്, അത്യാവശ്യം ചൂടുള്ള ചായയാണ്. ഭക്ഷണമൊക്കെ ഞാൻ കുറച്ച് ചൂടിൽ തന്നെയായിരുന്നു കൊടുക്കാറ്. എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാവും, കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ അതുപോലെ അവൻ്റെ വീഡിയോക്ക് അത്യാവശ്യം നല്ല വ്യൂസും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതാണ് ഞാൻ ഇതുപോലെയുള്ളൊരു വീഡിയോ തന്നെ ഒന്നുകൂടി ഇടാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇനിയുള്ള സമയം അവരെ കളിക്കുന്ന സമയമാണ് കേട്ടോ. മോനും ഒക്കെ വൈകുന്നേരം ആകുമ്പോൾ നന്നായിട്ട് കളിക്കും. നമ്മൾ എല്ലാ ദിവസവും ഒന്നും പുറത്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല, അടുത്തൊരു പാർക്കൊന്നുമുള്ള ഒരു ഏരിയ അല്ല ഞങ്ങളത് കേട്ടോ. അപ്പോൾ ഇവർ എല്ലാ ദിവസവും ഇത് വീടിനുള്ളിൽ തന്നെയാണല്ലോ. അപ്പം വെള്ളിയാഴ്ച മിക്ക ദിവസങ്ങളിലും പുറത്ത് പോകും കേട്ടോ, പാർക്കിലും. കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങൾ കൂടുതൽ പോവുക. പിന്നെ അതുപോലെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ അവന് പെട്ടെന്ന് ഉറങ്ങും. 2 പേരും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു 8 മണി കഴിഞ്ഞ് ഒരു 8:30ൻ്റെ ഉള്ളിൽ എന്തായാലും 2 പേരും ഉറങ്ങും. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ നേരത്തെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം കഴിയുമ്പോഴേക്കും കുറച്ചൊന്ന് കരച്ചിലൊക്കെ തുടങ്ങും ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അവന് ചോറ് തന്നെയാണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴും സെയിം ചോറ് തന്നെ കഴിച്ചിട്ടുള്ളത്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആൾ മേലൊക്കെ കഴുകി നേരത്തെ തന്നെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.